വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC +2 ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട +1 +2 NCERT പാഠഭാഗങ്ങളെ കുറിച്ചാണ്. അതിൽ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. +1 +2ന്റെ ചരിത്രത്തില് +1ന് ഗാന്ധിയൻ പഠനം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിലെ ചാപ്റ്റർ 2 MK ഗാന്ധിയുടെ രൂപാന്തരം ഒന്നാം ഘട്ടം, ചാപ്റ്റർ 3 MK ഗാന്ധിയുടെ രൂപാന്തരം രണ്ടാം ഘട്ടം, ചാപ്റ്റർ 4 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക്. ഈ 3 ചാപ്റ്ററുകൾ പഠിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് +1ന്. അതിൽ ചാപ്റ്റർ 7 നിങ്ങൾ പഠിക്കണം. മുസ്ലിമുകളുടെ കേരളത്തിലേക്കുള്ള ആഗമനം എന്നതാണ് ആ ചാപ്റ്റർ 7ലെ ടോപ്പിക്. ഇനി നമുക്ക് +1ന്റെ ജേർണലിസം ബുക്കിൽ പഠിക്കാനുള്ളത് ഏതാണെങ്കിൽ ചാപ്റ്റർ 3 വർത്തമാന പത്രങ്ങളുടെ ചരിത്രം, ന്യൂസ് പേപ്പറുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ മലയാള പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. അപ്പോൾ വർത്തമാന പത്രങ്ങളുടെ ചരിത്രം പഠിക്കണം, ചാപ്റ്റർ 3. ചാപ്റ്റർ 4 മലയാള പത്രപ്രവർത്തനത്തിന്റെ ആവിർഭാവവും വളർച്ചയും, അത്രയും പഠിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ +2 ഹിസ്റ്ററിയിലേക്ക് പോവാണ്. +2 ഹിസ്റ്ററിയിലും ഗാന്ധിയൻ പഠനമുണ്ട്. ഗാന്ധിയൻ പഠനത്തില് ചാപ്റ്റർ 2 ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനം, ചാപ്റ്റർ 2. ചാപ്റ്റർ 5 ഗ്രാമവികസനം, ചാപ്റ്റർ 6 ഗ്രാമഭരണ സംവിധാനം, ചാപ്റ്റർ 8 ഗാന്ധിജിയുടെ പരിസ്ഥിതി ചിന്തകൾ. ഇനി +2ന് ഈ ഗാന്ധിയൻ പഠനമല്ലാതെ +2 ഹിസ്റ്ററി പുസ്തകമുണ്ട്. അതിൽ നമ്മൾ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗമാണ്. അതിപ്പോ നമുക്ക് നിർബന്ധമായിട്ടും ഒരു മുഗൾ രാജവംശം അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ മെഡീവൽ ഇന്ത്യ തൊട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഇനി വരാൻ പോണ പരീക്ഷകൾക്കൊക്കെ അത്യാവശ്യമാണ്. അത് പ്രത്യേകമായിട്ട് പക്ഷെ ഒരു ഏൻഷ്യന്റ് ഇന്ത്യ പറയുന്നില്ല, പക്ഷെ മെഡീവൽ ഇന്ത്യ തൊട്ടുള്ളത് കൃത്യമായിട്ട് പഠിക്കണം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ +2 ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 7 ഒരു രാജകീയ തലസ്ഥാനം വിജയനഗരം, ചാപ്റ്റർ 8 കർഷകരും സെമീന്ദാർമാരും രാഷ്ട്രവും കാർഷിക സമൂഹവും മുഗൾ സാമ്രാജ്യവും, അത് പഠിക്കുക. ചാപ്റ്റർ 10 കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും ഔദ്യോഗിക പുരാരേഖശേഖകളുടെ പരിശോധന, ചാപ്റ്റർ 11 കലാപകാരികളുടെ രാജ്യവും 1857 കലാപവും അതിന്റെ ചിത്രീകരണവും. അപ്പൊ നമ്മൾ മുഗൾ സാമ്രാജ്യം കഴിഞ്ഞ് 1857 വിപ്ലവത്തിലേക്ക് വന്നു. ചാപ്റ്റർ 12 മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും നിയമലംഘനവും അതിനപ്പുറവും. അതുപോലെ തന്നെ ചാപ്റ്റർ 13 വിഭജനത്തെ മനസ്സിലാക്കാൻ രാഷ്ട്രീയം, ഓർമ്മകൾ, അനുഭവങ്ങൾ. ചാപ്റ്റർ 14 ആധുനിക പൂർവ്വ കേരളം, സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭരണ സംവിധാനം. ചാപ്റ്റർ 15 ആധുനികതയിലേക്ക്. ഇത്രയാണ് +2 ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് എന്താണെങ്കിൽ ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തില് ചാപ്റ്റർ 8 സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ മുസ്ലിങ്ങളും എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇസ്ലാമിക അതുപോലെ തന്നെ ചാപ്റ്റർ 9 ഇസ്ലാമിക പാരമ്പര്യം കേരളത്തിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇനി അടുത്തത് ചാപ്റ്റർ 5 സിനിമാ സ്വാതന്ത്ര്യം, ജേർണലിസത്തിൽ കേട്ടോ. അപ്പൊ ജേർണലിസവും ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ +1 +2 ഭാഗത്തിൽ നിന്ന് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഹിസ്റ്ററിയിൽ നമ്മൾ പറഞ്ഞു ഗാന്ധിയൻ പഠനം, +1 ഭാഗത്തുള്ള ഗാന്ധിയൻ പഠനത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഗാന്ധിജിയുടെ രൂപാന്തരം ഒന്നാം ഘട്ടം, അതുപോലെ തന്നെ രൂപാന്തരം രണ്ടാം ഘട്ടം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക് പഠിക്കണം. ഇസ്ലാമിക ചരിത്രം ചാപ്റ്റർ 7 മുസ്ലിങ്ങളുടെ കേരളത്തിലേക്കുള്ള ആഗമനം പഠിക്കണം. ജേർണലിസവുമായി ബന്ധപ്പെട്ട് വർത്തമാന പത്രങ്ങളുടെ ചരിത്രവും മലയാള പത്രപ്രവർത്തനത്തിന്റെ ആവിർഭാവവും പഠിക്കണം. അപ്പൊ അത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് +2 ഹിസ്റ്ററിയിൽ +2ല് ഗാന്ധിയൻ പഠനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനം, അതുപോലെ തന്നെ ഗ്രാമവികസനം, പിന്നെന്താ പറഞ്ഞത് നമ്മള് ഗ്രാമഭരണ സംവിധാനം, ഗാന്ധിജിയുടെ പരിസ്ഥിതി ചിന്തകള്. പിന്നെ +2 ഹിസ്റ്ററിയിൽ ഒരു എന്താ പറയുന്നത് മെഡീവൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ചാപ്റ്റർ 7 ഒരു രാജകീയ തലസ്ഥാനം വിജയനഗരം, ചാപ്റ്റർ 8 കർഷകരും സെമീന്ദാർമാരും
രാഷ്ട്രീയവും കാർഷിക സമൂഹവും മുഗൾ സാമ്രാജ്യവും എന്ന് പറയുന്ന ഭാഗം പഠിക്കണം. ചാപ്റ്റർ 10 കോളനി ഭരണം, ഗ്രാമപ്രദേശങ്ങളും ഔദ്യോഗിക പുരാരേഖ ശേഖരങ്ങളുടെ പരിശോധന. ചാപ്റ്റർ 11 കലാപകാരികളുടെ രാജ്യം, 1857 കലാപവും അതിന്റെ ചിത്രീകരണവും. ചാപ്റ്റർ 12 മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും നിയമലംഘനവും അതിനപ്പുറവും. ചാപ്റ്റർ 13 വിഭജനം മനസ്സിലാക്കൽ, രാഷ്ട്രീയം, ഓർമ്മകള്, അനുഭവങ്ങൾ തുടങ്ങിയ ഭാഗങ്ങള്. ചാപ്റ്റർ 14 ആധുനിക പൂർവ്വ കേരളം, സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭരണ സംവിധാനം. ചാപ്റ്റർ 15 ആധുനികതയിലേക്ക്. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ +2 ഹിസ്റ്ററി കഴിയാണ്. പിന്നെ അതിൽ ഇസ്ലാമിക ഹിസ്റ്ററിയിൽ ചാപ്റ്റർ 8 ഉണ്ട്, സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ മുസ്ലിങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്, ഇസ്ലാമിക പാരമ്പര്യം കേരളത്തില്. ഇനി ജേർണലിസം ഉണ്ട്, ചാപ്റ്റർ 5 സിനിമാ സ്വാതന്ത്ര്യം. ഇനി നമുക്ക് ഉള്ളത് അടുത്ത ദിവസം ഞാൻ +2 +1 പൊളിറ്റിക്കൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം, അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് നമ്മൾ ഭൂമിശാസ്ത്രവും സയൻസുമായിട്ട് എന്തൊക്കെ പഠിക്കണം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇതിന്റെ ഡെയിലി ക്ലാസ്സുകൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്ലസ് PDF കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതിന്റെ PDF ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ +2 പുസ്തകങ്ങളൊന്നും നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഡെയിലി +2 പുസ്തകം പൂർണ്ണമായിട്ടും വായിച്ച് തന്നെ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആവശ്യമുള്ളവർക്ക് PDF രൂപത്തിൽ PDF തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇനി നമ്മുടെ ക്ലാസ് പോകുന്നതായിരിക്കും ഡിഗ്രി ലെവലുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുക വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ.